വെൽക്കം ടു എജുപിസി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രേഡ് 8 ഗണിതപ്രകാശ് എ സ്റ്റോറി ഓഫ് നമ്പേഴ്സ് ദ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റോമൻ നമ്പർ സിസ്റ്റം ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിനെ പറ്റി പഠിക്കാം. അറൌണ്ട് 3000 BCയിൽ ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ പീപ്പിൾ ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അവരുടെ നമ്പർ സിസ്റ്റത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ലാൻഡ്മാർക്ക് നമ്പേഴ്സ് ആയിരുന്നു. എ ലാൻഡ്മാർക്ക് നമ്പർ ഈസ് എ സ്പെഷ്യൽ നമ്പർ യൂസ്ഡ് ഫോർ ഗ്രൂപ്പിങ്ങിനായി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ നമ്പറിനെയാണ് ലാൻഡ്മാർക്ക് നമ്പർ എന്ന് പറയുന്നത്. ദ ഈജിപ്ഷ്യൻ ഗ്രൂപ്പ്ഡ് നമ്പേഴ്സ് ഇൻ പവേഴ്സ് ഓഫ് 10. അതിൽ ഈജിപ്ഷ്യൻസ് ഗ്രൂപ്പ് ചെയ്തിരുന്നത് പവേഴ്സ് ഓഫ് 10 ആയിട്ടായിരുന്നു. ഫസ്റ്റ് ലാൻഡ്മാർക്ക് നമ്പർ എന്ന് പറയുന്നത് 1 ആയിരുന്നു. സോ ഇവിടെ 1 പെബിൾ റെപ്രസെൻറ്റ് 1. തൊട്ട് മുമ്പിലുള്ള ലാൻഡ്മാർക്ക് നമ്പറുകളുടെ 10 കൗണ്ട് ഗ്രൂപ്പ് ചെയ്താണ് ഓരോ പുതിയ ലാൻഡ്മാർക്ക് നമ്പറും ഫോം ചെയ്യുന്നത്. അതായത് 10 പെബിൾസ് ചേർത്തിട്ടാണ് സെക്കൻഡ് ലാൻഡ്മാർക്ക് നമ്പർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതേപോലെയുള്ള 10 പെബിളുകളുടെ 10 ഗ്രൂപ്പാണ് തേർഡ് ലാൻഡ്മാർക്ക് നമ്പർ എന്ന് പറയുന്നത്, അതായത് 100. ഓക്കെ, ദെൻ ഫോർത്ത് ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് 100 പെബിൾസിൻ്റെ 10 ഗ്രൂപ്പാണ്, അതായത് 1000. സോ ഇങ്ങനെയായിരുന്നു അവരുടെ ലാൻഡ്മാർക്ക് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ലാൻഡ്മാർക്ക് നമ്പർ ഈസ് 1. ഓൾ ദ ലാൻഡ്മാർക്ക് നമ്പേഴ്സ് ബിക്കം പവേഴ്സ് ഓഫ് 10. സോ ഫസ്റ്റ് നമ്പർ 1, അതായത് 10⁻0 എന്ന് നമുക്ക് പറയാം, ദാറ്റ് ഈസ് 1. ദെൻ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 10⁻1 ആയിരിക്കും. ദെൻ തേർഡ് നമ്പർ 10⁻2, ഫോർത്ത് നമ്പർ 10⁻3, 10⁻4, ഇങ്ങനെയാണ് ലാൻഡ്മാർക്ക് നമ്പേഴ്സ് വരുന്നത്. ഇവിടെ ഓരോ ലാൻഡ്മാർക്ക് നമ്പറിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതിനായി അവർ ഡിഫറെൻറ്റ് സിമ്പിൾസ് യൂസ് ചെയ്തിരുന്നു. സോ 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രോക്ക് യൂസ് ചെയ്തായിരുന്നു. ദെൻ 10നെ റെപ്രസെൻറ്റ് ചെയ്തത് ഹീൽ ബോൺ യൂസ് ചെയ്താണ്. കോയിൽ ഓഫ് ദ റോപ്പ് അല്ലെങ്കിൽ സ്പൈറൽ യൂസ് ചെയ്തായിരുന്നു 100 റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ദെൻ ലോട്ടസ് സിമ്പിൾ യൂസ് ചെയ്താണ് 1000 റെപ്രസെൻറ്റ് ചെയ്തത്. ഫിംഗർ യൂസ് ചെയ്ത് 10,000. ഫിഷ് അല്ലെങ്കിൽ ടാഡ്പോൾ സിമ്പിൾ യൂസ് ചെയ്ത് 10⁻5 റെപ്രസെൻറ്റ് ചെയ്തു. 10⁻6 റെപ്രസെൻറ്റ് ചെയ്യുന്നതിനായിട്ട് എ മാൻ വിത്ത് ആംസ് അപ്പ് എന്ന സിമ്പിളാണ് യൂസ് ചെയ്തത്. ദെൻ 10⁻7നായിട്ട് സൺ. ഇങ്ങനെയാണ് അവർ സിമ്പിൾസ് യൂസ് ചെയ്തിരുന്നത്. സോ ഈ സിമ്പിൾസ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ ഹൗ നമ്പേഴ്സ് വെയർ റിട്ടൺ. ടു റൈറ്റ് ദ നമ്പർ, സ്റ്റാർട്ട് വിത്ത് ദ ലാർജസ്റ്റ് ലാൻഡ്മാർക്ക് നമ്പർ സ്മോളർ ദാൻ ദ ഗിവൺ നമ്പർ. ദെൻ count how many times it appears, then remove the next smaller landmark number, repeat the symbols as many times as needed. So നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ 324 റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ലാൻഡ്മാർക്ക് നമ്പേഴ്സിൻ്റെ ബേസിൽ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സോ 100 + 100 + 100 300 ആയി. ദെൻ 10 + 10 എന്ന് പറയുമ്പോൾ 20 ആയി. ദെൻ 1 + 1 + 1 + 1 ദാറ്റ് ഈസ് 4. ഓക്കെ, സോ 100നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോയിൽ സിമ്പിളാണ്. സോ 300 ആണ് നമുക്കുള്ളത്. സോ 1 2 3 കോയിൽ വരയ്ക്കുക. ദെൻ നെക്സ്റ്റ് 210 ആണുള്ളത്. 10 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹീൽ ബോൺ ആണ്. സോ 2 ഹീൽ ബോൺ വരയ്ക്കുക. ദെൻ 4 1 ആണുള്ളത്. 1 റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോ സ്ട്രോക്കാണ്. സോ 4 സ്ട്രോക്ക് വരയ്ക്കുക. അങ്ങനെ നമുക്ക് 324 റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, വേരിയേഷൻസ് ഓൺ ദ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം ആൻഡ് ദ നൊട്ടേഷൻ ഓഫ് ബേസ്. ഈജിപ്ഷ്യൻ സിസ്റ്റത്തിൽ ഓരോ ലാൻഡ്മാർക്ക് നമ്പറും 10 ടൈംസ് ദ പ്രീവിയസ് 1 ആയിരുന്നു. നൗ സപ്പോസ് വി ഗ്രൂപ്പ് കളക്ഷൻസ് ഓഫ് 5s ഇൻസ്റ്റെഡ് ഓഫ് 10s. ദെൻ ദ ലാൻഡ്മാർക്ക് നമ്പർ ബിക്കംസ്, ഫസ്റ്റ് ലാൻഡ്മാർക്ക് നമ്പർ എന്ന് പറയുന്നത് 1 ആവും. ഇനി നമ്മൾ 5ൻ്റെ പവേഴ്സ് ആയിട്ടാണ് ലാൻഡ്മാർക്ക് നമ്പറിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്പർ 1, 5⁻0 ദാറ്റ് ഈസ് 1. Second number 5⁻1 that is 5. Then third number 5⁻2 that is 25. Then next number 5⁻3 that is 125. Next 5⁻4 625, so on. ഇങ്ങനെയായിരിക്കും ലാൻഡ്മാർക്ക് നമ്പേഴ്സ് വരുന്നത്. സോ ഇതിന് ഓരോന്നിനും നമ്മൾ സിമ്പിൾസ് കൊടുക്കുന്നു. 5⁻0 എന്നത് ഒരു ട്രയാങ്കിൾ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. 5⁻1 സ്ക്വയർ, 5⁻2 ഹെക്സഗൺ, 5⁻3 സർക്കിൾ, 5⁻4 കർവ്, ദെൻ 5⁻5 ആരോ. ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ 143 എന്ന നമ്പറിനെ തന്നിരിക്കുന്ന ലാൻഡ്മാർക്ക് നമ്പേഴ്സ് യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം.
143യേക്കാൾ ചെറുതായിട്ടുള്ള ഹയസ്റ്റ് ലാൻഡ്മാർക്ക് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 125 ആണ്. സോ നമുക്ക് ഫസ്റ്റ് നമ്പർ 125 എടുക്കാം. 143 മൈനസ് 125 ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടും. ദെൻ ഇനി 18 ഫോം ചെയ്യണമെങ്കിൽ വേണ്ട ലാൻഡ്മാർക്ക് നമ്പർ എന്ന് പറയുന്നത് അതിനേക്കാളും താഴെയുള്ള ലാൻഡ്മാർക്ക് നമ്പർ 5ഉം 1ഉം ആണുള്ളത്. സോ നമുക്ക് 3 ടൈംസ് 5 ചൂസ് ചെയ്യാം. അപ്പോൾ 15 ആകും. സോ 15, ദെൻ 3 വേണം, 3 വൺസ് ചൂസ് ചെയ്യാം. ഓക്കെ, 125 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് എഴുതാൻ സാധിക്കും. 125നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സർക്കിളാണ്. ദെൻ 5നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ക്വയർ ആണ്. അങ്ങനെ 3 സ്ക്വയേഴ്സ് ആണുള്ളത്. ദെൻ 3 വൺസ് ഉണ്ട്. സോ 3 വൺസിനെ 3 ട്രയാങ്കിൾസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇത് ജനറലൈസ് ചെയ്ത് പറയാം. എ നമ്പർ സിസ്റ്റം കോൾഡ് ബേസൻ നമ്പർ സിസ്റ്റം വെൻ ദ ഫസ്റ്റ് ലാൻഡ്മാർക്ക് നമ്പർ ഈസ് 1. ഈച്ച് നെക്സ്റ്റ് ലാൻഡ്മാർക്ക് നമ്പർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ബൈ ദ സെയിം നമ്പർ n. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് നമ്പർ 1, ദെൻ സെക്കൻഡ് നമ്പർ n, ദെൻ വീണ്ടും എന്നിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കണം തേർഡ് നമ്പർ കിട്ടേണ്ടത്. ദെൻ നെക്സ്റ്റ് n സ്ക്വയറിനെ അതേ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n ക്യൂബ്, സോ ഓൺ. ഓക്കെ, സോ ഇതാണ് ബേസൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇവിടെ ബേസ് 10 സിസ്റ്റം ആണ് എങ്കിൽ നമുക്കതിനെ ഡെസിമൽ സിസ്റ്റം എന്ന് പറയാം. അതായത് 10⁻⁴, 10⁻⁴, 10⁻², 10⁻³ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ദെൻ ബേസ് 5 ആയിട്ടുള്ളതാണെങ്കിൽ 5⁻�0, 5⁻⁴, 5⁻², 5⁻³ ഇതാണെങ്കിൽ നമ്മൾ ക്വിനറി നമ്പർ സിസ്റ്റം എന്നാണ് പറയുന്നത്. ബേസ് 2 ആയിട്ടുള്ള നമ്പർ സിസ്റ്റം, അതായത് 2⁻�0, 2⁻⁴, 2⁻², എക്സെട്ര ആണെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ദെൻ ബേസ് 8 ആയിട്ട് വരുന്ന നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ അഡീഷൻ ഓഫ് ഈജിപ്ഷ്യൻ ന്യൂമറൽസ് ആണ്. ആഡ് ദ ഫോളോവിങ് ഈജിപ്ഷ്യൻ ന്യൂമറൽസ്. താഴെ കൊടുത്തിരിക്കുന്ന ഈജിപ്ഷ്യൻ ന്യൂമറൽസ് ആഡ് ചെയ്യാം. ഗ്രൂപ്പിംഗ് വഴിയാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ഹീൽ ബോൺ ആണുള്ളത്. സോ 15 ഹീൽ ബോൺ നമ്മളിവിടെ എഴുതുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 സ്ട്രോക്സ് ആണുള്ളത്. സോ 16 സ്ട്രോക്സും നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. 1 ഹീൽ ബോൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 10 ആണ്. അതേപോലെ 10 ഹീൽ ബോൺ ചേരുമ്പോൾ നമുക്ക് 100 കിട്ടും. 100 റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് കോയിലാണ്. സോ 10 ഹീൽ ബോണിന് പകരം നമുക്കൊരു കോയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ 1, 2, 3, 4, 5 ഹീൽ ബോൺ റിമെയിൻ ആണ്. സോ ഫസ്റ്റ് നമ്മൾ 100 എഴുതി. ദെൻ 5 ഹീൽ ബോൺസ് റിമെയിൻ ആണ്, അത് നമ്മളിവിടെ എഴുതി. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്ട്രോക്സുകൾ ഗ്രൂപ്പ് ചെയ്യുക. സോ 1 സ്ട്രോക്ക് എന്ന് പറയുന്നത് ദാറ്റ് റെപ്രസെൻറ്റ്സ് 1 ആണ്. അങ്ങനെ 10 സ്ട്രോക്കുകൾ ചേരുമ്പോൾ 10 കിട്ടുന്നു, അതായത് ഹീൽ ബോൺ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 10 സ്ട്രോക്കിന് പകരം നമുക്കൊരു ഹീൽ ബോൺ റെപ്രസെൻറ്റ് ചെയ്യാം. 5 ഹീൽ ബോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ കൂടെ ഒരു ഹീൽ ബോൺ കൂടി ആഡ് ആവും, അതായത് 6 ഹീൽ ബോൺ ആയി. ദെൻ റിമൈനിങ് സ്ട്രോക്സ് വരുന്നത് 1, 2, 3, 4, 5, 6 ആണ്, അത് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ we can see a similarity in the method of adding numbers in the Egyptian and the Hindu system. When enough smaller objects are collected, they are regrouped and replaced by one larger landmark symbol. So this is exactly how carrying works in modern arithmetics. So ഇവിടെയും ഫസ്റ്റ് 10 സ്ട്രോക്സുകൾ ചേരുമ്പോൾ അതൊരു ഹീൽ ബോൺ ആയി മാറുന്നു. സോ ആ ഹീൽ ബോൺ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 ദെൻ 1 ഹീൽ ബോൺ ആഡ് ചെയ്യുമ്പോൾ 10 ആവും, ദാറ്റ് ഈസ് 100. ഓക്കെ, ഇവിടെ 3 ട്രയാങ്കിൾസ്, അതായത് 3 വൺസ്, ദെൻ 1, 2, 3, 4, 5 സ്ക്വയേഴ്സ് ആണ്, അതായത് 25 ആണ്. സോ 25നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹെക്സഗൺ യൂസ് ചെയ്താണ്. സോ ഇവിടെ ഓൾറെഡി 3 ഹെക്സഗൺ ഉണ്ട്, പ്ലസ് 1 മോർ ഹെക്സഗൺ വരുമ്പോൾ 4 ഹെക്സഗൺസ്. സോ നമ്മൾ നോർമൽ ആഡ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന അതേ ക്യാരി ഓവർ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അനാലിസിസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഒരു നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ
ഹീൽ ബോൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് 10 ആണ്. ദാറ്റ് ഈസ് 10 ഇൻറ്റു 10 ആണ്, വിച്ച് ഈസ് 10⁻². 10⁻² എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ കോയിൽ യൂസ് ചെയ്താണ്. ഓക്കെ, സോ നെക്സ്റ്റ് 100 ഇൻറ്റു 10, ദാറ്റ് ഈസ് 10⁻³ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലോട്ടസ് സിമ്പൽ യൂസ് ചെയ്താണ്. ദെൻ നെക്സ്റ്റ് 1000 ഇൻറ്റു 10, ദാറ്റ് ഈസ് 10,000 അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫിംഗർ യൂസ് ചെയ്താണ്. ദെൻ 1000 ഇൻറ്റു 10, ദാറ്റ് ഈസ് 10⁻5 അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫിഷ് അല്ലെങ്കിൽ ടാഡ്പോൾ സിമ്പൽ യൂസ് ചെയ്താണ്. ഓക്കെ, so each landmark number is a power of 10 and so multiplying it with 10 increases the power by 1, which is the next landmark number. 10 കൊണ്ട് ഓരോ തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് നെക്സ്റ്റ് ലാൻഡ്മാർക്ക് നമ്പർ ആണ് കിട്ടുന്നതെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലൈയിങ് ബൈ 100 നോക്കാം. ഫസ്റ്റ് 10 ഇൻറ്റു 100 ആണ്, ദാറ്റ് ഈസ് 10⁻1 ഇൻറ്റു 10⁻2 എന്ന് നമുക്ക് എഴുതാം. So it follows a⁻m into a⁻n, that is a⁻m plus n. So നമുക്കിവിടെ 10⁻3 എന്ന് എഴുതാം. സോ 10⁻3 റെപ്രസെൻ്റ് ചെയ്യുന്നത് ലോട്ടസ് സിമ്പൽ യൂസ് ചെയ്താണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 100 ഇൻറ്റു 100 ആണ്, അതായത് 10⁻2 ഇൻറ്റു 10⁻2 വിച്ച് ഈസ് ഈക്വൽ ടു 10⁻4. സോ ഇവിടെ നമുക്ക് ഫിംഗർ സിമ്പിൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് 1000 ഇൻറ്റു 100 ആണ്. സോ 10⁻3 ഇൻറ്റു 10⁻2 വിച്ച് ഈസ് 10⁻5. ദെൻ നെക്സ്റ്റ് 10,000 ഇൻറ്റു 100 ആണ്. സോ 10⁻4 ഇൻറ്റു 10⁻2 വിച്ച് ഈസ് ഈക്വൽ ടു 10⁻6. ക്ലിയർ അല്ലേ? നമുക്ക് മറ്റു ചില മൾട്ടിപ്ലിക്കേഷൻസ് നോക്കാം. ഇവിടെ 10 ഇൻറ്റു 10⁻1 ഇൻറ്റു 10⁻5 ആണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഈസ് 10⁻6. ദെൻ നെക്സ്റ്റ് വൺ 10⁻2 ഇൻറ്റു 10⁻3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻5. Then next 10⁻3 into 10⁻3 ആണ്, which is equal to 10⁻6. Then next 10⁻4 into 10⁻6 ആണ്, which is equal to 10⁻10. The product of any two landmark number എന്ന് പറയുന്നത് always another landmark number ആയിരിക്കുമെന്ന് നമുക്ക് ക്ലിയർ ആണ്. The next one, does this property hold true in the base 5 system that we created? Does this hold for any number system with a base? ഏത് നമ്പർ സിസ്റ്റം എടുത്താലും ആ സിസ്റ്റത്തിൽ ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബിക്കോസ് മൾട്ടിപ്ലൈയിങ് 2 powers ഓഫ് ദ ബേസ് ഓൾവേസ് റിസൾട്ട് ഇൻ അനദർ പവർ ഓഫ് ദാറ്റ് ബേസ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അനാലിസിസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇനി നമുക്കിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം. സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സിനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എ എൻ പ്ലസ് ബി എൻ പ്ലസ് സി എൻ എന്ന് എഴുതാൻ സാധിക്കും. ഇത് 200 ഇൻറ്റു 10 ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ 200നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 100 പ്ലസ് 100 എന്ന് എഴുതാം. സോ 100 പ്ലസ് 100 ഇൻറ്റു 10 ആണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സോ ഇവിടെ ദിസ് വൺ 10 ഇൻറ്റു 100 പ്ലസ് 10 ഇൻറ്റു 100 എന്ന് നമുക്ക് എഴുതാം. 100 ഇൻറ്റു 10 എന്ന് പറയുന്നത് 1000 ആണ്, അതായത് ലോട്ടസ് സിമ്പിൾ ആണ്. സോ നമുക്ക് ഇവിടെ ഒരു ലോട്ടസ്, ദെൻ നെക്സ്റ്റ് അനദർ ലോട്ടസ്, 1000 പ്ലസ് 1000 2000 എന്ന് ആൻസർ പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതേപോലെ
100 പ്ലസ് 200 പ്ലസ് 1 ആണ്. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് 10 ഇൻറ്റു 100, നെക്സ്റ്റ് വൺ 10 ഇൻറ്റു 20, ദെൻ നെക്സ്റ്റ് 10 ഇൻറ്റു 1. ഓക്കെ, സോ 10 ഇൻറ്റു 100 എന്ന് പറയുന്നത് 1000 ആണ്. 1000ന് നമുക്ക് ലോട്ടസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് 20 ഇൻറ്റു 10 എന്ന് പറയുന്നത് 200 ആണ്. 200ന് നമുക്ക് 100 പ്ലസ് 100, അതായത് 2 കോയിൽ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് 1 ഇൻറ്റു 10 ആണ്, ദാറ്റ് ഈസ് 10. സോ ഹീൽ ബോൺ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ലോട്ടസ്, 2 കോയിൽ, ദെൻ ഹീൽ ബോൺ. ക്ലിയർ? Now find the following products. 10 into, this is 500. So 10 into 500 plus 10 into 20 plus 10 into 2 strokes. ഇതുപോലെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് 10 ഇൻറ്റു 500 എന്ന് പറയുന്നത് 5000 ആകും. 1000നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലോട്ടസ് ആണ്. അപ്പോൾ നമുക്ക് 5 ലോട്ടസ് വരയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ 20 ഇൻറ്റു 10 ആണ്, അതായത് 200. 100നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോയിലാണ്. അപ്പോൾ നമുക്ക് 2 കോയിൽ, 200നെ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 കോയിൽ വരയ്ക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് 10 ഇൻറ്റു 2 ആണ്, അതായത് 20. ഒരു 10നെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഹീൽ ബോൺ യൂസ് ചെയ്യാം. അപ്പോൾ 20യെ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 ഹീൽ ബോൺ യൂസ് ചെയ്യാം. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ ലോട്ടസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1000 ആണ്. ദെൻ 1010 ആണ് ഈ നമ്പർ. ഓക്കെ, അപ്പോൾ 1010നെ നമുക്ക് 1000 പ്ലസ് 10 എന്ന് എഴുതാം. ദെൻ ദിസ് വൺ ഇൻറ്റു 10. ഓക്കെ, സോ ഫസ്റ്റ് 10 ഇൻറ്റു 1000 ചെയ്യാം. സോ അപ്പോൾ 10 ഇൻറ്റു പ്ലസ് 10 ഇൻറ്റു 10 പ്ലസ് 10 ഇൻറ്റു 10. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 1000 എന്ന് പറയുന്നത് 10,000 ആണ്. 10,000നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഫിംഗർ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് 10 ഇൻറ്റു 10 എന്ന് പറയുന്നത് 100 ആണ്. സോ 100നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോയിൽ യൂസ് ചെയ്താണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് വുഡ് ബി എ സിമ്പിൾ റൂൾ ടു മൾട്ടിപ്ലൈ എ നമ്പർ വിത്ത് 10? സോ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു സിമ്പിൾ റൂൾ എന്താണ്? മൾട്ടിപ്ലൈയിങ് എ നമ്പർ ബൈ 10 ഇൻ ഈജിപ്ഷ്യൻ സിസ്റ്റം സിംപ്ലി റീപ്ലേസസ് ഈച്ച് സിമ്പിൾ വിത്ത് ദ സിമ്പിൾ ഫോർ ദ നെക്സ്റ്റ് പവർ ഓഫ് 10. വൈ റോമൻ ന്യൂമറൽസ് ആർ ഡിഫിക്കൽട്ട്? എന്തുകൊണ്ടാണ് റോമൻ ന്യൂമറൽസ് ഡിഫിക്കൽട്ടായി മാറുന്നത്? റോമൻ ന്യൂമറൽസിൽ ലാൻഡ്മാർക്ക് നമ്പേഴ്സ് ആർ നോട്ട് പവേഴ്സ് ഓഫ് വൺ നമ്പർ. ഒരു നമ്പറിൻ്റെ പവർ ആയിട്ടല്ല ലാൻഡ്മാർക്ക് നമ്പേഴ്സ് യൂസ് ചെയ്തിരുന്നത്. ദെൻ ഗ്രൂപ്പിംഗ് സൈസസ് ആർ ഇറഗുലർ. ഗ്രൂപ്പിംഗ് സൈസ് ഇറഗുലർ ആയിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ ബിക്കം കോംപ്ലിക്കേറ്റഡ്. അവിടെ റോമൻ ന്യൂമറൽസ് യൂസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻസും അഡീഷനും എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് എ ബേസൻ സിസ്റ്റം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസി റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് ആണ്. നമുക്ക് നമ്പേഴ്സിനെ ഈസിയായി റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. നമ്പേഴ്സ് ക്യാൻ ബി റിട്ടേൺ സിസ്റ്റമാറ്റിക്കലി യൂസിങ് പ്ലേസ് വാല്യൂസ്. ഫോർ എക്സാമ്പിൾ, ഇൻ ബേസ് 10 സിസ്റ്റത്തിൽ 347 നമുക്ക് 3 ഇൻറ്റു 100 പ്ലസ് 4 ഇൻറ്റു 10 പ്ലസ് 7 ഇൻറ്റു 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസി അഡീഷൻ ആണ്. 47 പ്ലസ് 56 എന്നാണെങ്കിൽ ഫസ്റ്റ് 7 പ്ലസ് 6 13 3 എഴുതുന്നു. ദെൻ 1 ക്യാരി ഓവർ ചെയ്യുന്നു.
ദെൻ 5+4 9+1 10. ഇതുപോലെ നമുക്ക് ക്യാരി ഓവർ നെക്സ്റ്റ് പ്ലേസിലേക്ക് ആഡ് ചെയ്യുന്നത് വഴി അഡീഷൻ ഈസി ആവുന്നു. ദെൻ നെക്സ്റ്റ് ഈസി മൾട്ടിപ്ലിക്കേഷൻ ആണ്. പവേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. ദെൻ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എല്ലാം നമുക്ക് ഫാസ്റ്റായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബേസ് എൻ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ മോഡേൺ ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ബേസ് 10 സിസ്റ്റമാണ്. ഓക്കെ അല്ലേ? സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്സ്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറ്റു ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.